ദൈവത്തിന് സ്തോത്രം. പ്രഭാത മന്നയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പ്രഭാതത്തിലും ദൈവത്തിൽ നിന്ന് പുതിയത് പ്രാപിച്ചുകൊണ്ട് അനുഗ്രഹത്തോടെ മുന്നേറുവാൻ കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ. യൂദയുടെ ലേഖനം 1-ാമത്തെ വാക്യം വായിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ദാസനും യാക്കോബിൻ്റെ സഹോദരനുമായ യൂദ, പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായ വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത്. പ്രിയരെ, ഈ ലേഖനത്തിൻ്റെ പ്രാരംഭ വാക്യത്തിൽ 3 അനുഗ്രഹിക്കപ്പെട്ട പദങ്ങൾ എഴുതിയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് ഈ വചനം ഇന്ന് പകൽ നമുക്ക് നൽകി തരുമ്പോൾ വചനത്തിൻ്റെ വിടുതൽ അനുഭവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. 3 പദങ്ങൾ ഇങ്ങനെയാ എഴുതിയിരിക്കുന്നത്. ലേഖനം ആർക്കാ എഴുതിയിരിക്കുന്നത്? 1, സ്നേഹിക്കപ്പെട്ടിരിക്കുന്നവർ. 2, സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നവർ. 3, വിളിക്കപ്പെട്ടവര്. ഇപ്പോൾ ദൈവജനത്തിൻ്റെ ഗൗരവമുള്ള 3 അനുഗ്രഹിക്കപ്പെട്ട അനുഭവങ്ങളെയാണ് 1-ാം വാക്യത്തിനകത്ത് നമുക്ക് കാണുവാനായി കഴിയുന്നത്. ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടിരിക്കുന്ന കൂട്ടമാണ് ദൈവത്തിൻ്റെ ജനം. ദൈവത്താൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നവരാണ് ദൈവജനം. 3-ാമത്തെ കാര്യം പറയുന്നത് ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണ് ദൈവത്തിൻ്റെ ജനം. ഇപ്പോഴാ 1-ാം വാക്യത്തിനകത്ത് ഈ 3 വാക്കുകൾ എഴുതിയിട്ടുണ്ട്. 1-ാമത്തത് ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടിരിക്കുന്നവർ. പ്രിയരെ, വാസ്തവത്തിൽ ദൈവം നമ്മെ സ്നേഹിച്ച സ്നേഹത്തിൻ്റെ ആഴം ക്രിസ്തു യേശുവിൻ്റെ കാൽവരിയിൽ നമുക്ക് ദർശിക്കാവുന്നതാണ്. നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി സ്വന്തം ഓമനകുമാരനെ പകരമായി നൽകി തൻ്റെ ചങ്കിലെ അവസാനത്തെ തുള്ളി രക്തം വരെ നമുക്ക് വേണ്ടി പകരം നൽകി. എത്രത്തോളം മനുഷ്യനെ ദൈവം സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചാൽ, യേശുവിൻ്റെ ജീവനോളം മനുഷ്യനെ ദൈവം സ്നേഹിക്കുന്നു എന്ന് നമുക്ക് പറയുവാനായി കഴിയും. ഒരുപക്ഷെ ലോകത്തിൽ ആരും നിങ്ങളെ സ്നേഹിക്കാനില്ലാതെ ജീവിതയാത്രയിൽ നിരാശയോടും ഭാരത്തോടും അസ്വസ്ഥതയോടും ഈ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങുന്നെങ്കിൽ, ഈ ലേഖനത്തിൻ്റെ ആരംഭ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നു ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്ന്. പ്രിയരെ, ഒരിടത്തല്ല തിരുവചനം നമ്മൾ ആവർത്തിച്ച് വായിക്കുമ്പോൾ പഴയ പുതിയ നിയമങ്ങൾക്കകത്ത് നമുക്ക് കാണാം ദൈവ സ്നേഹത്തിൻ്റെ ആഴത്തെക്കുറിച്ച്. ഒരമ്മ തൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കുന്നത് പോലെ ദൈവം തൻ്റെ ജനത്തെ സ്നേഹിക്കുന്നു എന്ന് തിരുവചനത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങൾ പാവപ്പെട്ടവരാണെങ്കിലും പണക്കാരാണെങ്കിലും, വിദ്യാഭ്യാസമുണ്ടെങ്കിലും വിദ്യാഭ്യാസമില്ലെങ്കിലും, ഏത് സാഹചര്യത്തിൽ ജീവിക്കുന്നവരാണെങ്കിലും, ഈ രാവിലെ ഈ സന്ദേശം നിങ്ങൾ മറക്കരുത്. നാം ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടിരിക്കുന്നവരാണ്. ദൈവത്തെ ആരാധിക്കുന്നവരാണോ? രക്ഷിക്കപ്പെട്ടവരാണോ? തിരുവചനം പോലെ ജീവിക്കുവാൻ കൊതിക്കുന്നവരാണോ? ഈ പ്രഭാതത്തിൽ മറക്കരുതേ, ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ഏതെല്ലാം പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിലും ഇന്ന് പകൽ നമ്മൾ തിരിച്ചറിയണം, ദൈവം നമ്മെ സ്നേഹിക്കുന്നു. യോഹന്നാൻ സുവിശേഷം 21-ാം അധ്യായം വായിക്കുമ്പോൾ യേശു പത്രോസിനോട് ചോദിക്കുകയാ, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന്. ആമേൻ. തിരുവചനം എഴുതിയിരിക്കുന്നത് യേശുവിനെ വിട്ടേച്ച് പിന്നെയും ശിഷ്യന്മാരെയും കൂട്ടി
മീൻപിടുത്തത്തിന് പോയ പത്രോസിനെ തേടി ചെന്നിട്ട് കർത്താവ് പത്രോസിനോട് ചോദിക്കുകയാണ്, നീ എന്നെ സ്നേഹിക്കുന്നുവോ? പ്രിയരെ, ദൈവസ്നേഹത്തിന്റെ ആഴം ഒരു മെഷർമെന്റ് കൊണ്ടും അളക്കാൻ കഴിയുന്നതല്ല. നമുക്കറിയാം, ദൈവം നമ്മോട് കാണിച്ച സ്നേഹമാണ് നമ്മുടെ പാപം നമ്മിൽ നിന്ന് തുടച്ചു മാറ്റുവാനിടയായി തീർന്നത്. രണ്ടാമത്തെ പദം അതിനകത്ത് എഴുതിയിരിക്കുന്നു, ദൈവത്താൽ സ്നേഹിച്ചും. ആമേൻ. യേശു ക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ട്. രണ്ടാമത്തെ പദം, സൂക്ഷിച്ചിരിക്കുന്ന ഗ്രൂപ്പാണ് ദൈവത്തിന്റെ ജനം എന്ന് പറഞ്ഞാൽ, ഈ ലോകമറിയാത്തൊരു സംരക്ഷണം പ്രാർത്ഥിക്കുന്നവർക്ക് ചുറ്റുമുണ്ട് എന്ന് നാം തിരിച്ചറിയണം. അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് പിശാച് ആരാഞ്ഞെടുക്കുമ്പോഴും, എന്തുകൊണ്ട് കഴിഞ്ഞ വർഷം ജീവിതത്തിൽ നശിച്ചു പോകാതെ, അവസാനിച്ചു പോകാതെ ഈ വർഷത്തിലും പ്രവേശിക്കുവാൻ ദൈവം അവസരം തന്നു. പ്രതികൂലങ്ങളില്ലാഞ്ഞിട്ടല്ല, പ്രശ്നങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വരാത്തത് കൊണ്ടല്ല, മനുഷ്യന്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുവാൻ കഴിയാത്ത ഒരു സംരക്ഷണം ദൈവം തന്റെ ജനത്തിന് നൽകിയിരുന്നു എന്ന് നാം തിരിച്ചറിയണം. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ നമ്മുടെ ഗമനത്തിലും ആഗമനത്തിലുമെല്ലാം ദൈവിക സംരക്ഷണം അനുഭവിക്കേണ്ടതിന് ദൈവം നമുക്ക് കൃപ നൽകി തരട്ടെ. നിങ്ങൾ ഉത്കണ്ഠയോടെ ഇരിക്കുന്ന വ്യക്തിയാണോ? ആകുലത നിങ്ങളുടെ ഹൃദയത്തിനകത്തുണ്ടോ? ഈ വാക്യം വിശ്വസിക്ക്, ദൈവം നമ്മെ സൂക്ഷിക്കും. അനർത്ഥങ്ങളിൽ ചെന്ന് പെടാതെ, പിശാചിന്റെ പദ്ധതികൾക്കകത്ത് തോറ്റുപോകാതെ, പ്രതികൂലങ്ങൾക്കകത്ത് വീണു പോകാതിരിക്കേണ്ടതിന് ദൈവം തന്റെ ജനത്തെ സൂക്ഷിക്കും. നമുക്കറിയാം, സങ്കീർത്തനത്തിനകത്ത് ധാരാളം വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട് ദൈവിക സംരക്ഷണത്തിന്റെ ശക്തിയെക്കുറിച്ച്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ നമ്മൾ തിരിച്ചറിയണം, ദൈവം നമ്മെ സൂക്ഷിച്ചിരിക്കുന്നു. ഒന്നാമത്തെ കാര്യം, ദൈവം നമ്മെ സ്നേഹിക്കുന്നു. രണ്ടാമത്തെ പദം ഇതാണ്, ദൈവത്താൽ നാം സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ആരെയാ സൂക്ഷിക്കുന്നത്? വിലയേറിയതിനെയാണ് അധികം ഗൗരവത്തോടെ നമ്മൾ സൂക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ലോകത്തിന്റെ മുൻപിൽ, മനുഷ്യരുടെ ഇടയിൽ ഒരു വിലയും നമുക്കില്ല എങ്കിലും നമ്മെ വിലയേറിയവരും മാന്യരുമായി എണ്ണുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന് ഈ പകൽ തിരിച്ചറിയാതെ പോകരുത്. അപ്പോൾ ദൈവത്താൽ നാം സ്നേഹിക്കപ്പെട്ടിരിക്കുന്നു. രണ്ടാമത്തെ പദം, ദൈവത്താൽ നാം സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. മൂന്നാമത്തെ വാക്ക്, വിളിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കാലഘട്ടത്തിൽ തന്നെ ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് ജനം ഈ ഭൂമിയുടെ പരപ്പിൽ ജീവിക്കുമ്പോൾ, അതിൻ്റെ നടുവിൽ നിന്ന് സത്യദൈവത്തെ തിരിച്ചറിയുവാൻ, ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു എന്നുള്ളത് ഓർത്തു നോക്കിയാൽ അത്ഭുതമാണ്. ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി നിൽക്കുവാൻ, ദൈവിക ശുശ്രൂഷകളിൽ പങ്കാളികളായി തീരുവാൻ പ്രിയരെ, ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ സുവിശേഷത്തിന്റെ വക്താക്കളായി ജീവിക്കേണ്ടതിന്, നിത്യത ലക്ഷ്യമാക്കി യാത്ര ചെയ്യേണ്ടതിന്, നരകത്തെ കൊള്ള ചെയ്ത് സ്വർഗത്തെ നിറയ്ക്കുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുകയാണ്. 3 പദങ്ങളാണ് ഈ വാക്യത്തിൽ നിന്ന് ഞാൻ പറഞ്ഞത്. ഒന്ന്, ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടിരിക്കുന്ന അനുഭവം. രണ്ടാമത്തെ കാര്യം പറയുന്നത് ദൈവത്താൽ സൂക്ഷിക്കപ്പെടുന്ന അവസ്ഥ. മൂന്നാമത്തെ കാര്യം ഇതാണ്, ദൈവത്താൽ വിളിക്കപ്പെട്ടിരിക്കുന്ന അനുഭവം. പ്രിയരെ, ഈ പ്രഭാതത്തിൽ മറക്കരുത്, ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു, ദൈവം നമ്മെ സൂക്ഷിക്കുന്നു, ദൈവം നമ്മെ സ്നേഹിക്കുന്നു. നിശ്ചയമായിട്ടും ദൈവമുഖത്തേക്ക് നോക്കാമോ? ഈ ദിവസത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാനായി പോകുക. ചേർന്ന് പ്രാർത്ഥിക്കാം.
നല്ല കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കണമേ. പൊന്നുകരങ്ങളിൽ വഹിക്കും ദൈവിക നന്മകളെ കൊടുക്കും. അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.